നമസ്കാരം. കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്ത് എവിടെയും ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലുമായി പല രീതിയിലുണ്ടാകുന്ന മാലിന്യങ്ങളുടെ സംസ്കരണമാണ്. കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ നഗരമായി മാറുന്ന കാലത്ത് ചെറിയ ചെറിയ വീടുകളായി 15-20 സെന്റുകളിലേക്ക് വീടുകൾ വെച്ച് റെസിഡൻഷ്യൽ അസോസിയേഷനുകളും അതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് വീടുകൾ ചെറിയ സൗകര്യത്തിൽ ജീവിക്കുമ്പോഴേക്കും ഓരോ വീട്ടിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണമെന്നത് കേരളത്തിലെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് മാലിന്യങ്ങളുടെ നാടായി മാറുന്നു. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റ് സഞ്ചികളിലും ബാഗുകളിലും എല്ലാം ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഏറെയേറെ വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ മാലിന്യങ്ങൾ, അതുപോലെ മാംസവുമായി ചേർന്നുള്ള മാലിന്യങ്ങൾ, അങ്ങനെ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു കാലമായി കേരളം മാറുന്നൊരു ഘട്ടത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ശുചിത്വ കേരളം ഉണ്ടാകുക എന്നതൊക്കെ ഗവൺമെന്റിന്റെ പ്രോഗ്രാമായി നമ്മൾ വളരെ കൊട്ടിഘോഷിച്ച് നടക്കുമ്പോഴും ചുറ്റുവട്ടങ്ങൾ അശുദ്ധപൂർണമായി മാലിന്യം കൊണ്ട് നിറഞ്ഞ ഒരു കാലത്ത് അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്ത നമ്മൾ തീർച്ചയായും മുളപൊട്ടും. ആ ഒരു ചിന്തയ്ക്ക് കൃത്യമായി ഇത് സാധിക്കുമെന്നും അതിനെ സംസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നിടത്ത് അത് സംസ്കരിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമല്ല ലാഭമുണ്ടാക്കാൻ കഴിയും. സാമ്പത്തികമായ ഒരു സ്രോതസ് കൂടിയാണ് മാലിന്യങ്ങളുടെ സംസ്കരണമെന്ന് വാക്കുകൊണ്ട് പറയുകയല്ല. കഴിഞ്ഞ 45 വർഷം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയും ചേർന്ന് അനേകമായ ബയോ പ്ലാന്റുകൾ കൊടുത്തുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് പുതിയൊരു അധ്യായം എഴുതി ചേർത്ത വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ബയോ നിർമ്മാൺ എന്ന പേരിൽ കേരളം മുഴുവനും അറിയപ്പെടുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ ജീവനാഡിയായ VM സോജൻ ചേട്ടനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ പരിചയപ്പെടലിലേക്ക്, ഈ ഒരു പുതിയ അനുഭവം പങ്കുവെക്കുന്നതിന് എല്ലാവരെയും വിനീതമായി ക്ഷണിക്കുന്നു. നമസ്കാരം സോജൻ ചേട്ടാ. വളരെ നമസ്കാരം. ഞാൻ ബാബു. 80 ആണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം തുടങ്ങാൻ സാധിച്ചത്. 80 തുടങ്ങി 84 അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം. ഞാൻ ഇടയ്ക്കുന്ന ചോദിച്ചോ ചേട്ടാ, ഇത് ആക്ച്വലി സോഞ്ചേട്ടൻ ആണോ ഇത് ആദ്യം തുടങ്ങുന്നത്? ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? ഇതിന്റെ ഒരു ഉൽപ്പത്തിക്കൊരു കഥയുണ്ടല്ലോ, ആരെങ്കിലും? അതൊരു വലിയ കഥയാണ്. എന്റെ സഹോദരനാണ് ഈ ബയോ നിർമ്മാൺ എന്ന് പറയുന്ന ഫേം 80 സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ചു. 84 ഗവൺമെന്റ് അംഗീകാരം കിട്ടി. അതിനുശേഷം അതൊക്കെ എന്നെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടു. എന്റെ പ്രൊഫഷൻ ഇതല്ല, ഒന്നുമല്ല. ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അല്ല, റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ റബ്ബർ ബോർഡിലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ നഴ്സറി, വെട്ടിക്കൽ റബ്ബർ നഴ്സറി എന്ന് പറഞ്ഞൊരു നഴ്സറി ആയിരുന്നു എന്റെ പ്രൊഫഷൻ. അല്ല, ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ആക്ച്വലി സോജൻ ഈ ഇടുക്കി ജില്ലക്കാരനാണോ കോട്ടയം ജില്ലക്കാരനാണോ? ഒറിജിനൽ ബർത്ത് പ്ലേസ് എവിടെയാ? മണിപ്പുഴ, എരുമേലി, മണിപ്പുഴ, കാഞ്ഞിരപ്പള്ളി. മനസ്സിലായി. എരുമേലി മണിപ്പുഴയാണ് ഞങ്ങളുടെ ജന്മസ്ഥലം. അവിടെ കോട്ടയം ജില്ലയിലെ നല്ല രീതി കൂടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ നഴ്സറി എന്ന് പറഞ്ഞ ആ രീതി കൊണ്ട് ഒരു 30-40 ഏക്കർ സ്ഥലത്ത് സ്ഥിരമായിട്ട് നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബർ അന്നത്തെ റബ്ബറായിരുന്നു. മറ്റ് മലബാർ ഭാഗത്തേക്കും അല്ല, അക്കാലത്ത് നമ്മുടെ ഒരു 60 മുതൽ ഒരു പ്രധാന വരുന്ന നഴ്സറികളും റബ്ബറായിരുന്നല്ലോ. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ബ്രദറിന് എഞ്ചിനീയറിംഗ് ഇതുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധം. അത് ഈ റബ്ബർ നഴ്സറി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ മുടക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നത്, ഈൽഡ് വരുന്നുള്ളൂ. അത് ഒരു ചില വർഷത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുക. വെച്ചാൽ ഇത് ചിലവാകും, ഇത്രയും കോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് അത് എങ്ങനെ ആവും എന്നുള്ളൊരു ആ ഒരു വർഷത്തിൽ ഒരു അല്പം പരിക്ക് പറ്റിയേക്കോ എന്ന് സംശയിക്കുന്ന ഒരു അവസ്ഥ വന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കുഴപ്പമില്ല പോയി. പക്ഷേ ബ്രദർ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, എടാ ഇത് ഒരു ഭാഗ്യപരീക്ഷണമാണ്, നഴ്സറി എന്ന് പറഞ്ഞൊരു ഭാഗ്യപരീക്ഷണമാണ്, നീ ഒരു പണി ചെയ്യുക, നമുക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടെ. എന്നിട്ട് ഈ ഇടുക്കി ജില്ല ഇങ്ങനെ ഇത്രയും വലിയ വലിപ്പമുള്ള ജില്ലയാണല്ലോ, എല്ലാ പഞ്ചായത്തിലും കൃഷിഭവനുണ്ട്. ആ കൃഷിഭവനിലൂടെയാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ പുള്ളിയെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ശരിയല്ല. ഒത്തിരി സ്റ്റാഫുകളുണ്ടെങ്കിലും ഒരു നമ്മൾ നേരിട്ട് വരുന്നത് അത്രയും യോജിക്കല്ലോ. ഏതായാലും കൊള്ളാം. അങ്ങനെ എന്നെയും കൂടെ
ഈ ഫീൽഡിലേക്ക് ഉൾപ്പെടുത്തുക. ഭാഗികമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഈ ബ്രദറിന്റെ പേരെന്തായിരുന്നു? VM സണ്ണി. ചേട്ടന്റെ മൂത്തയാളല്ലേ? എന്റെ മൂത്തയാള്. നിങ്ങൾ എത്ര പേരാണ് ശരിക്കും? ഞങ്ങള് ആണുങ്ങൾ 3 പേരായിരുന്നു. നടുക്കത്തെ ആളാണ് ബ്രദർ. ഏതായാലും ഏത് വർഷം അങ്ങനെ ഈ സണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് സോഞ്ചേട്ടൻ ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നു? 84 ശേഷം. 80 ചേട്ടൻ ഇത് ആരംഭിച്ചു. 80 ബയോനിർമ്മാണം എന്ന് പറഞ്ഞ ഫേം ആരംഭിച്ചു, സണ്ണിച്ചേട്ടൻ ആരംഭിച്ചു. 84 ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി. അപ്പം ഇത് ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടെ കൂടി, ജില്ല മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട. ആ 84 കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പല ട്രെയിനിങ്ങിലും ഉൾപ്പെടുത്തി. ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് പുതിയ പുതിയ മേഴ്സസ് ട്രെയിനിങ്ങും അതിന് സൂപ്പർവൈസേഴ്സിനുള്ള ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് നോട്ടത്തിൽ. അപ്പം ചക്കുവള്ളത്ത് നടക്കുന്ന ഒരു ട്രെയിനിങ്ങിലാണ് എന്നെ കൂടെ ഉൾപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് അല്ലേ? 86, 87 ഇത് എനിക്കൊരു ഇവിടെ സോഞ്ചേട്ടൻ ഒത്തിരി വർഷമായി ഈ കാര്യം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപാട് നമ്മൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പൊ എന്റെ തന്നെ ഓർമ്മകളിലുണ്ട്, നമ്മൾ ഈ ബയോ പ്ലാന്റുകളുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു, നമുക്ക് പരക്കെ ഇത് ഒരു ജനസ്വീകാര്യത വരുന്നു, ജനങ്ങൾ ഇത് പലയിടത്തും ഉണ്ടാക്കുകയൊക്കെ ചെയ്തൊരു സാധനമുണ്ട്. പക്ഷെ പിന്നീട് പലപ്പോഴും പലർക്കും ഇത് എന്താണ് എന്നതിനെ കുറിച്ചല്ല, എന്താണ് ശരിക്കും ഈ ബയോ ഗ്യാസ് പ്ലാന്റുകൾ, അല്ലെങ്കിൽ എന്താണ് അതിനെ കുറിച്ചൊന്ന് നമ്മുടെ ഞാൻ ഫുള്ളായിട്ട് വന്നതിന്റെ കാര്യം കൂടെ. അതായത് 88 ഒരു ആക്സിഡന്റിൽ എന്റെ ബ്രദർ മരിച്ചു. ഇവിടെ പാലായിന്ന് പുൻകുന്നം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്തിൽ 84 മുതൽ അല്ലെങ്കിൽ 80 മുതൽ ഈ 88 വരെയുള്ള കാലത്തിൽ ആ സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബയോഗ്യാസ് പ്ലാന്റുകൾ കുറെ ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ്ഡ് ഏജൻസി എന്നുള്ള നിലയ്ക്ക് ആ പ്ലാന്റുകളുടെ അന്നത്തെ കാലത്ത് 3 വർഷത്തെ വാറണ്ടി നമുക്കുണ്ടാവും. ആ വാറണ്ടി പീരീഡ് ഇങ്ങനെ അവശേഷിക്കുന്ന സമയത്തിന് ഈ പ്രസ്ഥാനമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരാൾ തന്നെ ഇത് ഏറ്റേ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിനു മുമ്പായിട്ട് ഞാൻ ഇതിനകത്ത് രംഗത്ത് വരികയും ചെയ്തു. അതോടൊപ്പം എനിക്ക് എക്സ്പീരിയൻസും കിട്ടി, ട്രെയിനിങ്ങും കിട്ടി. അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് സൈഡിലും ഓക്കെ ആയിരുന്നു, ഇത് ചെയ്യാനുള്ള പ്രാപ്തി ഒക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് തന്റെ സഹോദരൻ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇത് വളരെ കൃത്യമായിട്ട് ഏറ്റെടുക്കാൻ ആൾ വേണം. അത് സ്വന്തം ബ്രദർ തന്നെ ഏറ്റെടുത്തപ്പോ ഗവൺമെന്റ് ഹാപ്പിയായി. അതെ, അപ്പൊ അത് കുറച്ചുകൂടെ ഊർജ്ജം നൽകി നമ്മുടെ പ്രവർത്തനത്തിന്, അല്ലേ? അങ്ങനെയാണ് അതിന്റെ എന്റെ മുഴുവൻ ഉത്തരവാദിത്തത്തിലേക്ക്. ആ തുടങ്ങുന്ന ഘട്ടത്തിൽ ഇവിടെയായിരുന്നു 84 അന്നേരം അത് എവിടെയായിരുന്നു? തൊടുപുഴ നമ്മുടെ ഇടുക്കി റോഡില് വുഡ്ലാൻഡ്സിന്റെ അടുത്തുള്ള ഒരു അവിടെയായിരുന്നു ഓഫീസ്. ഇപ്പൊ ഇവിടെയാണോ ഇത് എല്ലാ പരിപാടികളും ഇവിടെ? അത് ഇത് ഏത് വർഷത്തിലേക്കാണ്? ഇതിപ്പോ 21ാമത്തെ വർഷമാണ്. ഹ്യൂമൻ കോളേജിനെ അങ്ങോട്ട് മാറിയിട്ട് ഇവിടെ വന്നിട്ട് 21 വർഷമായി. അവിടെ 24 വർഷം 24 വർഷം ഇടുക്കി റോഡിൽ എന്ന് പറഞ്ഞാൽ 45 വർഷമായിട്ട് സോഞ്ചേട്ടൻ തന്നെ ഇതിനകത്തുണ്ട്. അതിനൊരു കുറച്ച് മുമ്പ് ചേട്ടനുണ്ട്. അപ്പൊ ഒരു 50 വർഷം ഏകദേശം അറൗണ്ട് 45 വർഷം. 45 വർഷമായിട്ടുണ്ട്. 45 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ആയിരക്കണക്കിന് സാധനം വെച്ചിട്ടുണ്ടാവല്ലോ ഒരു അപ്രോക്സിമേറ്റ്. നിലവിൽ ഏതാണ്ട് 50,000-നും 60,000-നും ഇടയ്ക്ക്. എനിക്ക് തോന്നുന്ന ഞാൻ ചെയ്തിടത്തോളം കേരളത്തിൽ ആരും തന്നെ ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ചെയ്തില്ല. ഞാൻ കേരളം, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ മാത്രമല്ല ഇവിടെ അമ്പരപ്പിക്കുന്ന രീതിയിൽ വലിയൊരു കാര്യം സോഞ്ചേട്ടൻ പറയുന്നത്. ഞാനിപ്പോ സോഞ്ചേട്ടനോട് സംസാരിക്കുന്ന നിമിഷം വരെ വിചാരിച്ചത് ഈ ബയോ പ്ലാന്റിന്റെ നിർമ്മാണം കൂടുതലും ഇടുക്കി ജില്ലയിലും തൊട്ടടുത്ത് കിടക്കുന്ന എറണാകുളം, കോട്ടയം പോലെയുള്ള ജില്ലകളിലൊക്കെ ആവുമെന്നാണ്. പക്ഷെ സോഞ്ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ബയോ പ്ലാന്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു തന്റെ ഒരു പ്രവർത്തന മേഖലയുടെ മികവും പ്രാവീണ്യമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്കൊരു അഭിമാനം നൽകുന്ന ഒരു അറിവായിട്ടോ ജോസേട്ടാ. എന്റെ ഒരു മനസ്സിന് തൃപ്തിയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഇപ്പൊ നഴ്സറി നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് വരുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ഒരു സംതൃപ്തി കിട്ടുന്നത്. അതായത് ഈ പറയുന്ന 50,000 അല്ലെങ്കിൽ 40,000 50,000 ഇടയ്ക്ക് അത്രയും 10,000 കണക്കിന് പ്ലാനുകൾ ചെയ്തെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരിടത്ത് പോലും ഒരു പ്രശ്നമില്ലാതെ ഇത് നല്ല രീതിയിൽ കൂടി ഇത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഒരു പ്ലാന്റ് തുടങ്ങുന്ന സമയത്ത് അന്നൊക്കെ 3 വർഷക്കാലം ഒരു ഗ്യാരണ്ടി പീരീഡ് പോലെ നമുക്കൊരു ആഫ്റ്റർ സർവീസ് ഇൻബിൽറ്റ് ആയിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് 3 വർഷത്തല്ല, ഞാൻ എല്ലാവരോടും പറയുന്നത് അതല്ല. എന്നാലും ഒരു ഗവൺമെന്റ് തലത്തിൽ 5 വർഷത്തെ 3 എന്നുള്ളത് 5 ആയിട്ട് മാറി. 5 വർഷത്തെ വാറണ്ടി സർക്കാരിന് കൊടുത്തുകൊണ്ട് സർക്കാരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഞാൻ ആൾക്കാരോട് പറയുന്നത് പിന്നെ ഞാനുള്ളിടത്തോളം കാലം ഇതിന്റെ സർവീസ് കൂടെ എന്റെ സർവീസ് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഒത്തിരിയും കാര്യങ്ങൾ ഫോണിൽ കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഈ മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അല്ല, എനിക്കത് ഇപ്പൊ സഞ്ജയ് പറയുന്നത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് പറയുമോ, ഇടയ്ക്ക് നമ്മുടെ നാട്ടില് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള ഒരു ഈ പുകയില്ലാത്ത അടുപ്പിന്റെ ഒരു സംവിധാനം വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ചപ്പോഴും പലയിടത്തും അത് വെച്ചിട്ട് അവർ പിടിപ്പിച്ചിട്ട് പോയിട്ടല്ലാതെ പിന്നീട് പല പ്രശ്നങ്ങളും വരുമ്പോൾ അവർ ചെയ്തിരുന്നില്ല. പക്ഷെ ഈ അടുത്ത ഒരു 5 വർഷം മുന്നാണ് എന്റെ വീട്ടിൽ ഇത് ഞാൻ ചെയ്തത്. വേറൊരു ടീമാണ് പറഞ്ഞത്. പക്ഷെ ഇന്നും 5 വർഷം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ 100% വന്നത് ചെയ്യാൻ തയ്യാറ്. അപ്പൊ ഈ ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങളിൽ. അതെന്താണെങ്കിലും സോജൻ ഇത്ര നേരം ചെയ്യുന്നതിന് പ്രത്യേകമായ അഭിനന്ദനം. അതിനകത്ത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടെ അടിസ്ഥാനമായിട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന പോർട്ടബിൾ പ്ലാന്റുകളാണ്. അത് ഉണ്ടാക്കുന്നത്, അത് നിർമ്മിക്കുന്നത് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുത്ത് നല്ല രീതിയിൽ കൂടെ വേണ്ട രീതിയിൽ കൂടെ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഒന്ന് ചെയ്യുന്ന പ്രവൃത്തി, ആ നിർമ്മിക്കുന്ന പ്ലാന്റ് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുത്ത് നന്നായിട്ട് ചെയ്യുക. പിന്നെ ഞാൻ ആർക്ക് കൊടുത്താലും വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ചാണകം കലക്കുന്ന വരെ എന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും. പ്ലാന്റ്, സ്റ്റൗവ്, കണക്ഷൻ വേണ്ടുന്ന സാധനങ്ങൾ ഇതെല്ലാമായിട്ട് അവിടെ ചെന്ന് സകല കാര്യങ്ങളും നമ്മുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യിച്ചു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഇത് ആദ്യം തന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിനകത്ത് അണുക്കളുടെ പ്രവർത്തനം നടന്ന് അണുക്കളായി എന്നുള്ളതിന്റെ സൂചനയാണ് കത്തുക എന്നുള്ളത്. ഈ കത്തി തുടങ്ങിയതിന് ശേഷം മാത്രമേ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഒരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും ഒരു പ്ലാന്റ് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ സ്റ്റാഫുകളെ കൊണ്ട് കൊടുപ്പിക്കുന്നതോടൊപ്പം ഇത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് മുന്നോട്ടുള്ള കാര്യങ്ങളും കൂടെ ഒരു പേപ്പറിലാക്കി അതും കൂടെ അവർക്ക് കൊടുത്തേക്കും. അതുകൂടാതെ ഞാൻ കൊടുക്കുന്ന മുഴുവൻ പ്ലാന്റുകൾക്കും ഒരു സ്റ്റിക്കറും കൂടെ കൊടുത്തേക്കും, എന്റെ ഫോൺ നമ്പറും. ഏത് കൊലപ്പാതി ഞാൻ അവരോട് പറഞ്ഞു, ഏത് കൊലപ്പാതിലേക്ക് നിങ്ങൾ വിളിച്ചു, ഐ എം റെഡി. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ഫോണിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ഈ ആഫ്റ്റർ സർവീസിന് വലിയൊരു റോളുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫേമുകളൊക്കെ തന്നെ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ എന്താണെങ്കിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്കൊരു അടുത്തൊരു ചോദ്യം ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോ കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ, ഈ യഥാർത്ഥത്തിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് അതെന്നൊന്ന് നമ്മുടെ ഈ കാണുന്നവർക്ക് വ്യൂവേഴ്സിനൊന്ന് വിശദീകരിച്ച് കൊടുക്കാമോ? ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായു സമ്പർക്കം ഇല്ലാത്തൊരു പ്രതലം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ആ വായു സമ്പർക്കം ഇല്ലാത്ത പ്രതലത്തിൽ ചീഞ്ഞഴുകുന്ന വസ്തുക്കൾ എന്ത് കൊടുത്താലും അവിടെ അനറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തനം നടക്കുന്നു. അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് ഈ അണുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് ചാണകം കൊടുക്കും. നാച്ചുറൽ ആയിട്ടുള്ള പ്രക്രിയ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ചാണകം കൊടുത്ത് ചാണകവും വെള്ളവും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പം ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ആ ചാണകത്തിന്റെ മെച്ചം അനുസരിച്ചും കൂടി ഇരിക്കും. ആ ചാണകത്തിൽ ഈ അണുക്കൾ പ്രവർത്തിക്കാൻ വേണ്ടുന്ന സമയം, അതായത് ആ പശു തിന്ന പുല്ല് ഏതാണെന്നുള്ളത് വരെ പ്രധാനപ്പെട്ട ഘടകം. വൈക്കോല് തിന്നതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസിക്കും. പച്ച പുല്ലാണെന്ന് പെട്ടെന്നാവും. കാലിവളമാണെങ്കിൽ ആ സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും താമസിക്കുകയും ചെയ്യും. ഒരുമാതിരി മനുഷ്യ കാഷ്ടത്തിന്റെ അല്ല, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ശുദ്ധി ചെയ്യാൻ വേണ്ടി നമ്മൾ ചാണകം ഉപയോഗിച്ചത്. ഇപ്പൊ പല സമയങ്ങളിലും ഈ ചാണകം എടുക്കുന്ന അതിന്റെ അടുത്തോടെ പോകുമ്പോൾ തന്നെ മനുഷ്യ മലത്തേക്കാൾ രൂക്ഷമായ ഗന്ധം അനുഭവിക്കുന്ന വരുന്നുണ്ട്. ഏതായാലും കൊള്ളാം, നല്ല കഴിയുന്നിടത്തോളം ഞങ്ങള് കുറെ കൃഷിക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കന്നുകാലി വളർത്തുന്ന ഒറിജിനൽ കൃഷിക്കാരുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിങ്ങളുടെ ചാണകം ഞങ്ങള് എല്ലാ വിലയ്ക്ക് വേണേലും എടുത്തോളാം, പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ഇന്നതാണ്, അണുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ അണുക്കള് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചാരം, കാരം, കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ, ഡെറ്റോള് ഇങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അണുക്കൾ ഉണ്ടാകില്ല. അപ്പൊ അണുക്കൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഒരു മസ്റ്റായിട്ട് ആവശ്യമായതുകൊണ്ട് ഇങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും കാണിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള ചാണകം നിങ്ങളൊന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാധനം ഞങ്ങളുടെ ആവശ്യം വേണ്ടി എടുത്തുകൊണ്ടിരിക്കാം, ന്യായമായിട്ടുള്ള വില തരികയും ചെയ്യാം. ഇത്തിരി മുമ്പ് നമ്മളോട് എന്താണ് ബയോഗ്യാസ് എന്നതിനെ സംബന്ധിച്ച് സോജേട്ടൻ്റെ ഒരു അത്യാവശ്യ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇനി എനിക്ക് തുടർന്ന് ചോദിക്കാനുള്ളത്, ചേട്ടാ, ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉണ്ടല്ലോ, എന്താണെന്ന് പറഞ്ഞു, അത് എത്ര തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്? പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പലതരത്തിലുണ്ട്. ഇപ്പൊ തന്നെ എന്നോട് സോജേട്ടൻ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, എടുത്തുകൊണ്ട് പോകുന്നുണ്ട്,
പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാം ഇങ്ങനെ വലിയതായിട്ട് സിമെന്റ് കൊണ്ടൊക്കെ വലിയൊരു സാധനം ഉണ്ടാക്കി വെച്ചാൽ അല്ലാത്ത പോർട്ടബിൾ ഉണ്ടെന്ന് പറയും. ഇപ്പൊ എത്ര തരത്തിലുള്ള പ്ലാന്റുകൾ ഉണ്ട് പൊതുവെ, അല്ലെ സോഞ്ചേട്ടന് എത്ര തരത്തിലുള്ള പ്ലാന്റുകൾ കൊടുക്കണം? പ്ലാന്റ് പലതരത്തിലും പല വിധത്തിലും പല രീതിയിലുള്ളതുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള പ്ലാന്റാണ്. ഒന്ന് പെർമനന്റ് സ്ട്രക്ചർ, അതായത് എടുത്തു മാറ്റാൻ പറ്റില്ലാത്ത സ്ഥിരമായിട്ട് സ്ഥാപിക്കുന്ന മോഡല്. പിന്നെ ഉള്ളത് ഷിഫ്റ്റ് ചെയ്യാവുന്ന, ഒരു സ്ഥലത്തു നിന്ന് വേണേ വേറെ മാറ്റാവുന്ന രീതിയിലുള്ളത്. ഈ വാടക വീടുകളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് അല്ല, ഇപ്പൊ കൂടുതലായിട്ടും നേരത്തെ കന്നുകാലിവളത്തിൽ എല്ലാ വീടുകളിലും കന്നുകാലിവളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പെർമനന്റ് മോഡൽ പ്ലാന്റുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പെർമനന്റ് മോഡലിൽ തന്നെ പിന്നെ പല പല വകുപ്പുകളുണ്ട്. ആദ്യം തുടങ്ങുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ജനതാ മോഡൽ എന്ന് പറഞ്ഞു, അടി ഫ്ലാറ്റ് ആയിട്ട് ചെയ്തിട്ട് വലിയ കിണർ പോലെ വന്നിട്ട് മണ്ട കൊണ്ട് മാത്രം ഡൂമാകുന്ന ഒരു മോഡലായിരുന്നു ആദ്യത്തെ സമയത്ത്. ഞാനൊക്കെ വരുന്ന കാലത്ത് അത് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ദീനബന്ധു മോഡൽ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതൊരു മുട്ടയുടെ ഷേപ്പിലേക്ക് വരും. മുട്ടയുടെ ആ ടെക്നോളജി തന്നെ, അതായത് മുട്ടയുടെ തോളിൽ കട്ടിയില്ല, പക്ഷെ എത്ര ഒരു ആന കയറി ചവിട്ടിയാൽ ഇത് പൊട്ടുകയില്ല. ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള മോഡലാണ് ദീനബന്ധു മോഡൽ. അതായത് ശരിക്കും പണ്ട് ഡബിൾ കട്ടയ്ക്ക് കെട്ടിക്കൊണ്ടിരുന്നത് സിംഗിൾ കട്ട ഇതിലേക്ക് മാറ്റാൻ പറ്റി. അപ്പം അത് അടിവശം കെറുവായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് റൗണ്ടിൽ വന്ന് മണ്ടുകൊണ്ട് ഡൂമാകുന്നു. അപ്പൊ അതിന് തിക്നെസ് വളരെ ഒറ്റ കട്ടയ്ക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് വന്നു. അപ്പം ചെലവ് വളരെ കുറയ്ക്കാം. ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ചുള്ള മാറ്റം അവിടെ വരികയും ചെയ്തു. വീണ്ടും മാറ്റം വന്ന് ഫെറോസിമിൻ സാങ്കേതിക കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദീനബന്ധു മോഡൽ തന്നെ ഫെറോസിമിൻ ടെക്നോളജിയിലേക്ക് അത് കട്ട വേണ്ട, കട്ടയ്ക്ക് പകരം ഒരു ഷേപ്പ്, അതായത് ചെറിയ തരം കമ്പി കൊണ്ട് ഷേപ്പ് കൊടുത്ത് അതിന്റെ അകവും പുറവും പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു ടെക്നോളജിയിലേക്ക് വന്നു. വീണ്ടും അതിന്റെ പ്രതലത്തിന് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞു. കട്ടിയിലല്ല അതിന്റെ ഗൗരവം എന്നുള്ളത്. ആ ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെലവ് കുറഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഈ പണ്ടുണ്ടായിരുന്ന കാലിവളത്തിൽ ഇപ്പൊ ഇല്ല. കൃഷിക്കാര് പല സാഹചര്യം കൊണ്ട് പിന്നോക്കാവസ്ഥയിലേക്ക് മാറി. അപ്പം ആ മോഡല് ചെയ്യാൻ പറ്റുന്നിടത്ത്, അതായത് കൂടുതൽ വേസ്റ്റ് കിട്ടുകയും ഈ ചാണകം, പന്നിക്കാഷ്ടം, കോഴിക്കാഷ്ടം, അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് കൂടുതലായിട്ട് കിട്ടുന്ന അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കൂടുതൽ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് അത് മാറ്റവും ചെയ്യേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പെർമനന്റ് സ്ട്രക്ചറുള്ള പ്ലാന്റുകൾ കൊടുക്കുക. അപ്പൊ ഇപ്പം ചെറിയ പ്ലാന്റുകളൊക്കെയാണ് ദീനബന്ധു മോഡലും, വലിപ്പമുള്ള പ്ലാന്റ് ആണെങ്കിൽ പിന്നെ ഈ ജനതായുടെയും ദീനബന്ധുവിന്റെ ഒരു മിക്സ് ആ രൂപത്തിലേക്ക് അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് സ്ട്രക്ചർ, അതായത് ഒരു കാലത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം RPSകൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഫാമുകൾ, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അവിടെ ഉണ്ടാകുന്ന വസ്തു ഡയറക്റ്റ് ആയിട്ടും പ്ലാന്റിലേക്ക് പോകത്തക്ക ചെയ്യുമ്പോഴത്തേക്കും അത് ദീനബന്ധു മോഡലോ ആ രീതി കൂടെ ചെയ്യാം. ഇപ്പം ഈ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ 5, 10, 20 സെന്റ് സ്ഥലത്ത് ഈ ആൾക്കാര് ഗ്രാമപ്രദേശത്ത് നിന്നല്ല ടൗൺ ഏരിയയിലേക്ക് വരുന്നു. അവിടെ ചെറിയൊരു സ്ഥലമേ ഉണ്ടാവുള്ളൂ. അവിടെ വട്ടത്തിലുള്ള വേസ്റ്റ്, അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിനെ അവിടെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പോർട്ടബിളിലേക്ക് വന്നത്. പോർട്ടബിളിൽ തന്നെ പലതുണ്ട്. അത് ഈ പുറമെ വെള്ളം കിടക്കുന്ന, അതായത് പിന്നെ ഡൂമ ഫ്ലോട്ടിംഗ് ടൈപ്പ് വെച്ചാൽ പുറമെ വെള്ളം കിടക്കുകയും ചെയ്യും. എന്നിട്ട് ഗ്യാസ് ഉണ്ടാകുന്നതനുസരിച്ച് ഡ്രം മേളിലേക്ക് പൊങ്ങി കൊടുക്കും. ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഡ്രം താഴും. അങ്ങനെ അതിന്റെ മേളിൽ വെയിറ്റ് വെച്ച് അങ്ങനത്തെ ഒരു മോഡല്. ശരിക്കും പിന്നുണ്ടായിരുന്ന ചില ആൾക്കാർ ഈ വെള്ളം കിടക്കുന്നത് കൊതുക് വളർത്തൽ കേന്ദ്രമാക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് 10-20 വർഷത്തിന് മുമ്പ് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഈ വെള്ളം പുറമേ വരാത്ത രീതിയിൽ ഈ ദീനബന്ധു മോഡല് തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ നോക്കി. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ടെക്നീഷ്യന്മാർ തന്നെ ഇത് പൊളിച്ചെടുത്തേ എന്തെങ്കിലും റിപ്പയറിങ് നടക്കുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചില ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ചതാണെന്നുള്ള രീതിയിൽ കൂടി ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും എന്റെ കുറെ പറഞ്ഞില്ല 45 വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് അത്ര കുഞ്ഞുകളില്ല, വളരെ കുറെയൊക്കെ തിക്താനുഭവം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഇത്രയും പ്ലാന്റ് ചെയ്തിട്ട് ഒരു 2-3 പ്ലാന്റുകൾ വല്ല ലാൻഡ് സ്ലൈഡോ അങ്ങനെയൊക്കെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വരേണ്ട ആവശ്യം വന്നിട്ടില്ല. അതെപ്പോഴും ഞാൻ പരീക്ഷണം കൃഷിക്കാരിൽ ചെയ്യാൻ നോക്കിയല്ല. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ
നമ്മളുടെ അനുഭവത്തിൽ കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെടുന്ന സംഭവം മാത്രമേ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാറുള്ളൂ. ഈ ഒരു കാര്യം വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ വീടുകളൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ ചെറിയ 10 സെന്റിനകത്ത് 4 സെന്റിനകത്തൊക്കെ വീടുകൾ വരുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ ഒരു അണുകുടുംബമായി കേരളത്തിന്റെ സാഹചര്യം മാറുമ്പോൾ ഏറിയാൽ ഒരു വീട്ടിൽ 5 പേരിൽ കൂടുതൽ ഒട്ടും ഉണ്ടാവില്ല. ഈ 5 പേര് താമസിക്കുന്ന ഒരു വീട്ടില്, ഒരു ആവറേജ് വീട്ടില് നമുക്കറിയാലോ അങ്ങനെയുള്ള വേസ്റ്റുകൾ വരുന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടല്ലോ. അത്തരം വേസ്റ്റുകൾ ഉള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര പോർട്ടബിൾ ഒക്കെയാണ്, എത്ര എണ്ണം വരുന്നത്, അങ്ങനെ അതിന്റെ ഒരു സൈസ് പറയാൻ പറ്റും? പോർട്ടബിളിൽ തന്നെ 1/2 ക്യൂബിക് മീറ്റർ മുതൽ 1/2 ക്യൂബിക് മീറ്റർ ഉദ്ദേശിച്ചാൽ 1/2 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ടോട്ടൽ കപ്പാസിറ്റി വരുന്ന ഒരു പ്ലാന്റാണ് 1/2 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഡൈജസ്റ്ററും ഗ്യാസ് ഹോൾഡറും കൂടെ കൂടുമ്പം എത്ര ലിറ്റർ അതിനകത്ത് ഉൾക്കൊള്ളാവുന്നതാണ് ഒരു മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം ഈ പ്ലാന്റിൽ എത്ര ക്യൂബിക് മീറ്റർ ഗ്യാസ് സ്റ്റോർ ചെയ്യാന്നുള്ളത് ഒരു മാനദണ്ഡം. അടുത്ത വേറൊരു മാനദണ്ഡം ഈ ഡൈജസ്റ്ററിന്റെ കപ്പാസിറ്റി, വേസ്റ്റ് കിടക്കുന്ന ആ പാത്രം മാത്രം എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ 2-3 തരത്തിലാണ്. അത് ഈ ശുചിത്വ മിഷൻ പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റിയാണ്. 1/2 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 500 ലിറ്റർ മൊത്തം എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ 500 ലിറ്റർ വരുള്ളൂ. അതേസമയം അനർട്ട് പറയുന്നത് അതിനകത്ത് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി, ഈ വേസ്റ്റ് കിടക്കുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി, അതിന്റെ ആ അളവ് പറയും. മറ്റേ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ആ പ്ലാന്റിൽ എത്ര ക്യൂബിക് മീറ്റർ ഗ്യാസ് സ്റ്റോർ ചെയ്യാം. അപ്പൊ 3 പേരും 3 തരത്തിലാണ്. അപ്പൊ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ മുതലെടുക്കുന്നു. അല്ല, ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഈ മേഖലയിൽ 45 വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ടേ സോഞ്ചേട്ടനപ്പൊ ഏത് തരത്തിൽ അതിനെ ഞാൻ ഇത് 2 പേരും അങ്ങ് പറഞ്ഞേക്കും. ഇങ്ങനെയും കിട്ടും, ഇതാണ് ടോട്ടൽ കപ്പാസിറ്റി ആണെങ്കിൽ ഇന്നത്. ആ രീതിയിലാണ് ഞാൻ പറയാറുള്ളത്. പിന്നെ എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 2 പേര് ഒരു 2 പേരുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 1 ക്യൂബിക് മീറ്റർ ചെറുത്. ഈ പ്ലാന്റ് ഒരു കാരണവശാലും വലുതായ കുഴപ്പമില്ല, ചെറുതാകരുത്. നമ്മൾ കൊടുക്കുന്ന ദുഷിച്ച വസ്തുക്കൾ ഇതിനുള്ളിൽ ചെന്ന് ഗ്യാസ് പ്രൊഡക്ഷൻ, അതിനകത്ത് അനറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തനം നടന്ന് നല്ല രീതിയിൽ കൂടെ അണുക്കളായി കഴിഞ്ഞ് ആ അണുക്കൾക്ക് ഭക്ഷിക്കാനുള്ള സാധനമാണ് നമ്മൾ ഓരോ ദിവസം സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ അത് എത്ര ദിവസം കൊണ്ടാണ് ഈ വേസ്റ്റ് അഴുകി തീരുന്നത്, അതിനനുസരിച്ചോ അത്രയും ദിവസം ഇതിനകത്ത് കിടക്കണം. അപ്പൊ അത്രയുള്ള ഒരു കപ്പാസിറ്റി ആവശ്യമാണ്. അതായത് എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കൂടുതലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ പ്ലാന്റ് വെക്കുമ്പം അവരവരുടെ ആ സ്കീമിനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പിൽ വരുത്തുന്നു എന്നുള്ള കാഴ്ചപ്പാടേ അവർക്ക് വരുന്നുള്ളൂ. അതിന്റെ ആ ഗുണദോഷങ്ങളെ പറ്റി അത്രയും പേരിന് വേണ്ടി ചെയ്യുന്നു ഞാൻ പറയുന്നില്ല. എന്നാലും അങ്ങനെയാണ് സംഭവം അങ്ങനെയാണ്. അതായത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു 1/2 ക്യൂബിക് മീറ്റർ പ്ലാന്റിന് 12 രൂപയ്ക്കും 15 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു കോസ്റ്റേ 1/2 ക്യൂബിക് മീറ്റർ പ്ലാന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു 15 രൂപ താഴെയുള്ളൊരു കോസ്റ്റാണ് ഒരു ബെനിഫിഷ്യറി വെക്കുന്നെങ്കിൽ, സബ്സിഡി സ്കീം ഉണ്ടെന്നുണ്ടെങ്കിൽ 75% സബ്സിഡി ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം 10 രൂപയുടെ ഒരു പ്ലാന്റ് തിരിക്കട്ടെ, 75% സബ്സിഡി വരുമ്പോഴത്തേക്ക് 7500 രൂപ ഈ സബ്സിഡി എമൗണ്ടിന് ഈ കൃഷിക്കാരൻ കൊടുക്കേണ്ടി വരും. പക്ഷെ അവിടെ വേണ്ടത് 20,000 രൂപയുടെ പ്ലാന്റ് ആണെന്നിരിക്കട്ടെ, 20,000 രൂപയുടെ പ്ലാന്റ് ആണ് വെക്കുന്നെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? 7,500 രൂപ പകരം 15,000 കൊടുക്കേണ്ടി വരും. ഇവര് നമ്മുടെ അടുത്തുനിന്ന് പിരിച്ച് വെച്ചിട്ട് ഒത്തിരി പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇത് കസ്റ്റഡിയാക്കുന്ന സമയത്ത് പലപ്പോഴും ഏറ്റവും ചെറിയ പ്ലാന്റ്, അതായത് ആ മാലിന്യം സംസ്കരിക്കുക, ഗ്യാസ് കിട്ടുന്നില്ലയോ, അവിടെ പൂർണ്ണമായിട്ടും അതിന്റെ ആ പ്രയോജനം കിട്ടുന്നുണ്ടോന്നും അല്ല അവർ നോക്കുന്നത്. മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് കമ്പോസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ വല്ല റിംഗ് കമ്പോസ്റ്റ് കൊടുക്കുക. അതൊക്കെ ആകുമ്പോൾ ചെറിയ എമൗണ്ടിൽ പരിപാടി അവസാനിക്കും, കൊടുത്തതായിട്ട് വരികയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. അതേസമയം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനല്ല. അല്ല, ഞാൻ എന്റെ ചോദ്യം കുറച്ചുകൂടെ, ഇതിപ്പോ സർക്കാർ നൽകുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് അത് തന്നെ ഞാൻ പറഞ്ഞു വന്ന്, അപ്പോൾ ഒരു ക്യൂബിക് ഉള്ളതെങ്കിലും 2 പേരുള്ളിടത്ത് 1 ക്യൂബിക് മീറ്റർ, 3 പേരുണ്ടെങ്കിൽ 1.25, 4-5 പേരുണ്ടെങ്കിൽ 1.5, ഒരു 5-8 പേരുണ്ടെന്നുണ്ടെങ്കിൽ 1.25, ഒരു 10-12 പേരുണ്ടെങ്കിൽ 2 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലി ആണെങ്കിൽ അതിപ്പോ ഈ 1.5 ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ സ്വന്തം കൊടുക്കുന്ന ഒരു 1.5 ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് പ്ലാന്റ്, സ്റ്റൗവ്, കണക്ഷൻ വേണ്ടുന്ന സാധനങ്ങള് ഇൻക്ലൂഡ് ചാണകം, തൊടുപുഴ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 25 രൂപയ്ക്ക് സകല ഇടപെടും പ്ലാന്റ് ചാണകം കലക്കി അവരുടെ വീട്ടിൽ കൊണ്ട് സ്ഥാപിച്ചു കൊടുക്കാം. പണിക്കാരുടെ പണിക്കൂലിയും ചാണകത്തിന്റെ വിലയും സ്റ്റൗവിന്റെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്ത് സാധാരണ ഇതില് 2 പേരുള്ളിടത്താണെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ പ്ലാന്റ്, ടോട്ടൽ കപ്പാസിറ്റി 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ
600 ലിറ്റർ ഡൈജസ്റ്ററും 400 ലിറ്റർ റൂമും കൂടെ കൂടുമ്പോൾ 6 4 10 1000 1 ക്യൂബിക് മീറ്റർ. ആ ഒരു പ്ലാന്റിന് 2 പേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ അത് മതിയാവും. 3-4 പേരുള്ളിടത്ത് 1.25 കൊടുക്കുക, 1250. ഒരു 5-6 പേർ, ഒരു 4-5 പേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ 1.5 കൊടുക്കുക, അപ്പൊ 1500. അതിന്റെ മേളിൽ ഒരു 8-10 പേരുള്ളിടത്താണെങ്കിൽ 1.25 2 ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോ ഈ വേസ്റ്റ് പോകുമല്ലോ, ഈ വേസ്റ്റ് പോകുന്നതിനകത്ത് ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ മനുഷ്യമാലിന്യം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ എന്താണ് വിസർജ്യ വസ്തുക്കൾ അതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ഞാൻ ധാരാളം പ്ലാന്റുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പോർട്ടബിളിലല്ല, അല്ലാത്ത പെർമനന്റ് ആയിട്ട് ചെയ്യുന്ന അതില് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലത്തിന് വേണ്ടതും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുന്നത് വളരെ നഷ്ടവും കഷ്ടമായിട്ടും വെച്ചാല് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലാണെങ്കിൽ ഈ തൊടുപുഴ ഞാന് എത്രയൊരു 90-കളിലെ വീടുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ലാറ്റിൻ അറ്റാച്ച് പ്ലാന്റ്. അതെല്ലേ 90-കളിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഒരു 10-40 പ്ലാന്റുകൾ. പുതിയ ഒരു കെട്ടിടം പണിയുമ്പോൾ നമ്മളൊരു വീടായിക്കോട്ടെ, ഒരു കെട്ടിടം ആയിക്കോട്ടെ, അവിടെ കക്കൂസ് ഇല്ലാതെ പറ്റിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളും ഫ്ലാറ്റും ഇങ്ങനെയുള്ള എന്ത് സ്ഥാപനവും ചെയ്യുമ്പോഴത്തേക്കും കക്കൂസ് അവിടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ കക്കൂസിന്റെ ടാങ്ക് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണക്ഷൻ നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പ്ലാന്റിലേക്ക് വരികയും അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളതിനെക്കാട്ടിലും കൂടുതലാണ്. ഗ്യാസ് ഉൽപാദനവും വളരെ കൂടുതലായിരിക്കും. ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനും പറ്റും. അധികം വരുന്ന വെള്ളം മാറ്റി വിടാനുള്ള സംവിധാനം അതൊക്കെ ഞങ്ങൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്ത് ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് ഏതെങ്കിലും ഒരു കാലത്ത് നിറഞ്ഞു പോവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടെ ഔട്ട്ലെറ്റ് കഴിഞ്ഞ് ഈ പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്ത് ചെയ്യാനും സാധിക്കും. അത് മുഴുവൻ വീടുകളും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മുഴുവൻ വീടുകളിലും ഇത് പിന്നെ ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായിരിക്കും. അതോടൊപ്പം തന്നെ വേറൊരു മാലിന്യ സംസ്കരണത്തിന് വേറൊരു സാധനം വേണ്ടത്. അതായത് ഇത് ഞങ്ങൾ ഈ യൂണിറ്റ് ചെയ്യുമ്പം ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടും ഇങ്ങോട്ടുള്ള ലാറ്റിൻ കണക്ഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ഇൻലെറ്റ് അഡീഷണൽ ആയിട്ട് കൂടെ കൊടുത്തേക്കാം. ആ വീട്ടിലുണ്ടാകുന്ന മറ്റു മാലിന്യങ്ങളും കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് മാലിന്യം ഈ രണ്ടും കൂടി ഇതിനകത്ത് നടക്കും വരും. അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് ഇപ്പോ ഒരു ഇതുപോലത്തെ ഒരു ബയോ ഗ്യാസ് പ്ലാന്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുക അല്ലെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, അങ്ങനെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പൊ അതൊന്ന് പറയാമോ? എങ്ങനെയായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അണുക്കളുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. അണുക്കളെ നശിപ്പിക്കാനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഇതിനകത്ത് ചെല്ലരുത്. എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കാമോ? ചാരം, കാരം, കുമ്മായം, സോപ്പ്, ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ശരിക്കും നമ്മുടെ ഈ ലാറ്റിനുമായിട്ട് കണക്ഷൻ വരുന്നത് കുളിക്കുന്ന സ്ഥലത്ത് ഇല്ല. അതൊരു കാരണവശാലും ചെല്ലരുത്. അതായത് കക്കൂസിൽ കണക്ഷൻ കൊടുക്കുമ്പം പിന്നെ ഇരിപ്പിടമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഇത് പോകാൻ പാടുള്ളൂ. അവിടെ കുളിക്കുന്നതും സോപ്പിന്റെ അംശം വരുന്നതും വെള്ളം അത് വേറെ പോകണം. അങ്ങനെ നമ്മൾ അല്ലാതെ തന്നെ ചെയ്യുന്നത്. ലാറ്റിൻ കണക്ഷൻ കൊടുക്കുമ്പോൾ സേഫ്റ്റി ടാങ്കിലേക്ക് ഇതെല്ലാം കൂടെ വിടുന്നില്ല. സേഫ്റ്റി ടാങ്കിന് പകരമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനകത്ത് ചാരം, കാരം, കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ, ഡെറ്റോള്, പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ നാരങ്ങ, ഓറഞ്ച് അസിഡിറ്റി ഉള്ള സാധനങ്ങൾ. അതായത് ഇത് വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇതിനകത്ത് നടക്കുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനമാണ്. ഈ ബാക്ടീരിയക്ക് ദോഷം വരാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും ചെല്ലരുത്. അവരെ കൊല്ലരുത്. അവർ വളരണം. അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തോളൂ. അപ്പൊ ഏത് പ്ലാന്റിലും ഈ പ്രത്യേകിച്ച് പോർട്ടബിളിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ചാണകത്തിന്റെ ആവശ്യമുള്ളൂ. അത് ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാണകം കൊടുക്കുന്നത് നല്ലതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിപ്പോ ഞാൻ ആദ്യം സംസാരിച്ച കൂട്ടത്തില് ഇപ്പൊ ഇതൊരു നമുക്കൊരു മാലിന്യ സംസ്കരണമാണ്, അതോടൊപ്പം തന്നെ അതിന്റെ ഒരു വരുമാന മാർഗവുമാണെന്ന രീതിയിൽ ഞാൻ തന്നെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ആ വരുമാന മാർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സാമ്പത്തിക സ്രോതസ്സാന്നുള്ളത് നമുക്ക് ബയോഗ്യാസ് കിട്ടുന്നു എന്നതാണോ, അതല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമാണോ? സാമ്പത്തിക സ്രോതസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്റെ അനുഭവം തന്നെ പറയാം. ഞാനിപ്പോ 21 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എന്റെ ഒരു യൂണിറ്റ് വലിപ്പമുള്ള ഒരു യൂണിറ്റ് തന്നെ വെച്ചു. ഓരോ വർഷവും 12 മാസം കൊണ്ട് 15 കുറ്റിയ LPG അടിച്ചു തീർത്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഈ യൂണിറ്റ് വെച്ചതോടുകൂടി എനിക്ക് ഒരു വർഷത്തിൽ ഒരു 3-4 പരമാവധി 5 അതിൽ കൂടുതൽ വേണ്ടി വരുന്നില്ല. എന്തേരം ഞെക്കി പഠിപ്പിച്ചാലും ഈ LPG ഒത്തിരി ഒരു വർഷം ഏറ്റവും കുറഞ്ഞ 10 കുറ്റി ലാഭിക്കാൻ സാധിക്കുന്നു. അപ്പൊ അത് തന്നെ ഏതാണ്ട് 8,000 ഇപ്പൊ ആ രീതി കൂടെ ഒരു വർഷം
ഒരു പ്ലാന്റിൽ നിന്ന് 10 കുറ്റി ലാഭിക്കാൻ വേണ്ടി എക്കണോമിക്കലായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് ഓരോ വീടുകളിലും ഒരു പഞ്ചായത്തിൽ എത്ര വീട് വരുന്നുണ്ട്, അല്ലെ ഒരു വാർഡിൽ എത്ര വീട് വരുന്നുണ്ട്, ഓരോ വീട്ടിൽ ഇത് ആവശ്യവുമാണ്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടില് 5 കുറ്റിക്കും 10 കുറ്റിക്കും കൂടുതൽ ഞാൻ എന്റെ അനുഭവം പറയുന്നില്ല, അതിന്റെ പകുതി അനുഭവമുള്ള ഒരു വീടിന്റെ സപ്പോസ് ആയിട്ട് എടുക്കുക. ഒരു 5 കുറ്റി മുതൽ 10 കുറ്റി വരെ ഒരു പ്ലാന്റും കൊണ്ട് ഒരു വർഷം ലാഭിക്കാൻ പറ്റുമെങ്കിൽ ഇതിന്റെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ കാലാകാലമാണ്. അതൊരു വലിയ യഥാർത്ഥത്തില് രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ മുടക്കിയിട്ടാണ്, ഒരുത്തരുടെ സബ്സിഡി കിട്ടിയാലും കിട്ടിയില്ലേലും നമ്മുടെ കയ്യിലെ കാശ് മുടക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 2, 2.5, 3 കൊല്ലത്തിനകമായിട്ട് പലിശ ഉൾപ്പെടെ ഉള്ള കാശ് നമുക്ക് കിട്ടിയിരിക്കും. സോനിയുടെ നമ്മളോട് പറയുന്നത് ഇത് സാമ്പത്തിക നേട്ടം എന്നതിനെ നമ്മൾ ഉദ്ദേശിച്ചത് ഡയറക്റ്റായി പണം ലഭിക്കുന്നല്ല. കാരണം നമ്മൾ ആശുപത്രി കൊടുക്കുന്ന നമ്മൾ പറയില്ലേ, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഫുഡ് ബില്ല് സേവ് ചെയ്യും, അതുപോലെ മെഡിക്കൽ ബില്ല് സേവ് ചെയ്യുന്നത് പോലെ നമ്മുടെ കിച്ചന്റെ ആവശ്യത്തിലായി വരുന്ന ഗ്യാസും ഗ്യാസ് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ആ ഒരു ബില്ല് സേവ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു മാത്രം അത് തന്നെ ഒരു വലിയ തുക വരും. മാത്രമല്ല നമ്മുടെ പരിസരം ശുചീകരിച്ചിരിക്കുക, അത്തരം വൃത്തിയായിരിക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും വലിയൊരു കാര്യമാവും. അതും നടക്കുന്നു. അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. തികച്ചും അനുകരണീയമായ ഒരു കാര്യമാണ് പറയും, നമ്മൾ പിന്തുടരേണ്ടതാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഞാൻ അവസാനമായിട്ടെന്ന് ചോദിച്ചാല്, ഇപ്പൊ കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളും ഇത് ഏറ്റെടുക്കുമ്പോൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ആദ്യകാലത്ത് റബ്ബർ ബോർഡിന്റെ, പിൽക്കാലത്ത് അതിനോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ, പിന്നെ അനർട്ടിന്റെ ഒക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്ന ഓതറൈസ്ഡ് ഏജൻസി എന്ന രീതിയിലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന രീതിയിലാണ് സോജേട്ടൻ കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിനോടുള്ള ഒരു സപ്പോർട്ട് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടോ? ജനങ്ങളുടെ ഇടയിൽ അവയർനെസ് കൂടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങളോട് പൊതുവായി എന്ത് ചെയ്യാനാണ് പറയാനുള്ളതെന്നും കൂടെ പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കായിരുന്നു നമ്മുടെ ഒരു ചർച്ച. ശരിക്കും ഞാന് പറഞ്ഞല്ലോ, ഈ സർക്കാരിന്റെ ചില നടപടികൾ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് പൊതുവെ കുറഞ്ഞു വെച്ചാൽ കൃഷിക്കാരന് കന്നാലി വളർത്താൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നതനുസരിച്ച് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറവ് വന്നു. പിന്നെയുള്ള അനർട്ട് നല്ല രീതിയിൽ കൂടെ സ്കീം പോയിക്കൊണ്ടിരുന്നതാണ്. അവരിൽ നിന്ന് ഇത് ശുചിത്വ മിഷനിലേക്ക് പോയതോടുകൂടി അവിടെ ഏതാണ്ട് ആയി. പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് റബ്ബർ ബോർഡില് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, വല്ലാത്ത ഈ RPSകൾ മാത്രമേ. നേരത്തെ റബ്ബർ ബോർഡ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് പണിയുന്ന ഒരാളിന് റബ്ബർ ഷീറ്റിന്റെ വെള്ളം കൂടി ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഗാഡ്ജറ്റും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ സബ്സിഡി കൊടുത്തിരുന്നു. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഇവർ തന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്ര കാലം ഉണ്ടാവും എന്നുള്ള അറിയത്തില്ലാത്ത ഒരവസ്ഥ നിൽക്കുമ്പോഴത്തേക്കും അതും പിന്നോട്ടടിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരിടത്തുനിന്നും ഗവൺമെന്റ് സബ്സിഡി ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതിന് ഞങ്ങളൊരു ബദൽ സംവിധാനങ്ങൾ നോക്കുന്നുണ്ട്. അതായത് ഞങ്ങള് മുമ്പേ പറഞ്ഞല്ലോ, കേരളം, കർണാടക, ആന്ധ്ര, തമിഴ്നാട് ഇങ്ങനെ മൊത്തത്തിൽ ബയോഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്രൂവ്ഡ് ഏജൻസികളെല്ലാം കൂടി ഒന്ന് സംയോജിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സിഡി ഞങ്ങൾ മേടിച്ചെടുത്തുകൊണ്ട് ഞങ്ങളിലൂടെ പാർട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനത്തെ പറ്റി ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ നടപ്പിലാക്കാൻ കഴിഞ്ഞ വർഷം കുറച്ച് പ്ലാന്റ് എക്സ്പെരിമെന്റ് എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തന്നു. അതിന്റെ പെർഫോമൻസും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഈ വർഷത്തേക്ക് എത്രയാണ് വരും എന്നുള്ളതൊക്കെ അറിയാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ മറ്റൊരു കാര്യം പറയട്ടെ, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ഈ മാർക്കറ്റുകളൊക്കെ ഈ EMI വ്യവസ്ഥയിലും ഒക്കെ ബാങ്കുകളൊക്കെ ചേർന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേണെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ലോണിന്റെ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ കാരണം ഈ അതൊരു വലിയ ബേഡലിലേക്ക് പോകാൻ സാധ്യത. ഒരുമാതിരിപ്പെട്ട അല്ലെങ്കിൽ കൃഷിക്കാരാണ് വളരെ ചുരുക്കം നല്ല ആൾക്കാർ ഉണ്ടാകാം. ഇല്ലെങ്കിലും ഒരു യൂണിറ്റ് ഞാൻ കൊണ്ടുപോയി വെച്ചു എന്നിരിക്കട്ടെ, ആ പൈസ അന്നേരം മേടിക്കുന്നില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് അതായി ഇതായി എന്നുള്ളൊരു രീതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്രയും റിസ്ക് എടുക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയിൽ 45 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. ഈ വലിയ കാലയളവില് ബയോഗ്യാസ് ആളുകളുടെ അടുത്തിൽ പ്രചരിപ്പിക്കുകയും അത് കൃത്യമായി കൊണ്ടുപോവുകയും ഇത് നല്ലതാണെന്ന് നെഞ്ചിൽ തട്ടി പറയാൻ പറ്റുന്ന ഒരു കരുത്തുള്ള വ്യക്തിയാണ് സോജൻ. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക തരത്തിലുള്ള അംഗീകാരങ്ങളോ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതൊന്ന് സൂചിപ്പിക്കാമോ? ധാരാളം എടുത്തു പറയാൻ തോന്നിയ ഒരു 1-2 ഒന്ന്. ഞാന് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ
പല മേഖലയായിട്ടും കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ റെസിഡൻസ് പറഞ്ഞ കേരള സംസ്ഥാനത്ത് ഏറ്റവും മികച്ച റെസിഡൻസ് ആയിട്ട് ന്യൂമാൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. സംസ്ഥാന അവാർഡ് മനോരമ ചുറ്റുവട്ടം ഒന്നാം പിന്നെ ഫസ്റ്റ് പ്രൈസ് തന്നെ ഇതുകൂടി അതിനകത്തൊരു പരിഗണിക്കാൻ ആയിരുന്നു. ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പറഞ്ഞല്ലോ, ഇവിടെ മിക്കവാറും ഇടങ്ങളിലൊക്കെ തന്നെ ഈ പ്ലാന്റുകൾ നമ്മുടെ ഞങ്ങളുടെ യൂണിറ്റിൽ എനിക്കൊരു പോരായി എന്നാന്ന് വെച്ചാൽ നല്ല പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും ഞാൻ തന്നെ ഇത് മറ്റുള്ളവരോട് പറയുന്നത് ഒരു പരിധി വരെ വരുന്നതുകൊണ്ട്. അതേസമയം അത് വരുന്നത് ഇപ്പം താങ്കൾക്ക് ഞാനൊരു പ്ലാന്റ് ചെയ്തു തന്നു, അത് വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഫറൻസിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് കൂടുതലായിട്ടും എന്റെ ഇത് വരുന്നത്. അല്ലാതെ ഞാൻ ഇതിനെ മനസ്സിലായി, നമ്മളൊരു അസോസിയേഷൻ ഉത്തരവാദിത്തം എല്ലാവരും ചെയ്യണം, ബിസിനസ് മുഖമുണ്ടല്ലോ, ആ രീതിയിൽ വരും. പക്ഷെ എന്നാലും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന് ഒന്നാം സ്ഥാനം കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വെച്ചാൽ ഞങ്ങളുടെ റെസിഡൻസിൽ ഒരു 90% വീടുകളിലും 90 അല്ല അതിൽ കൂടുതൽ ശതമാനം വീടുകളിലും ഈ എന്റെ തന്നെ യൂണിറ്റ് ഞാൻ മറ്റുള്ളവരുടെ യൂണിറ്റ് വെച്ചിട്ട് അത് പരാജയമാണെന്ന് കണ്ടതുകൊണ്ട് എന്റെ ഒരു പ്രശ്നം ഇല്ലാതെ വരികയും കൂടെ ചെയ്തപ്പോഴത്തേക്കും ഇത് തന്നെ നമ്മൾ പറഞ്ഞാൽ അവർക്ക് നേരിട്ട് ബോധ്യം വരുന്ന രീതി അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഞാൻ ഇതിനോടൊരു അവസാന ഘട്ടത്തിൽ ചോദിക്കുമ്പോൾ ഈ കഴിഞ്ഞ 45 വർഷമായി ഇതിനകത്ത് സജീവമായി നിൽക്കുമ്പോൾ മലയാളികൾ കുറച്ചുകൂടി കൂടുതലായി ഇതിലേക്ക് വരണമെന്നും എല്ലാ വീടുകളിലും അവരുടേതായ ആവശ്യാനുസരണമുള്ള ബയോ പ്ലാന്റുകൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കും, പരിസര ശുചീകരണം ഉണ്ടാകും, വളരെ കൃതാർത്ഥമായ ഒരു പ്രവർത്തനത്തിലാണ്. ഇപ്പൊ അതിനോടാകട്ടെ എനിക്ക് ഒരു കാര്യം കൂടെ പ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ സംസാരത്തിൽ വിട്ടുപോയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ മനുവർ ഇതിനകത്ത് തിരിച്ചു വരുന്ന അത് അതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും എല്ലാ ഘടകങ്ങളും ഡെവലപ്പ് ചെയ്ത് ഒരു ഗ്ലൂക്കോസ് പരുവത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാവുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറി കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു സാമ്പത്തിക ഒന്ന് ഒരു പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് കൺദൃഷ്ടിയിൽ വരുന്നത്. ഒന്ന്, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചീഞ്ഞഴുകുന്ന സകല വസ്തുക്കളും, അരി ഇടുന്ന വെള്ളം, കഞ്ഞി ഊറ്റുന്ന വെള്ളം, ഇറച്ചി മീൻ കഴുകുന്ന വെള്ളം, ഭക്ഷണത്തിന് മിച്ചം വരുന്നത്, പഴത്തൊലി, ചക്കമടല്, മീനിന്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് എന്ന് വേണ്ട അഴുകുന്ന ഏത് സാധനവും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതിൽ നിന്നുള്ള ഗ്യാസ് ഉൽപാദനം കിട്ടുക എന്നുള്ളത്. 2. മൂന്നാമത്തെ കാര്യം മന്യൂർ, തിരിച്ചു വരുന്ന വളം നമുക്ക് വല്ല പൂച്ചെടിയോ പച്ചക്കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റും. അതിൽ നിന്നുള്ള ഗുണം കൂടുതലായിട്ട് വരും. പിന്നുള്ളത് പരിസരം ശുദ്ധമാകുക. ഈ പ്ലാന്റ് വെക്കുന്നതോടുകൂടി ഇതുവരെ ഇതില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ പന്നിയേലി വിട്ടുപോകില്ല. പന്നിയേലി പട്ടിണി കാരണം നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് വിട്ടു പൊക്കോളും. അതായത് പുറത്ത് ഒരു സാധനവും കിടക്കില്ല, എല്ലാം നമ്മൾ പ്ലാന്റിലേക്ക് കൊടുക്കുന്നു. പ്ലാന്റും പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഏത് കിണറിന്റെ സൈഡിൽ വേണമെങ്കിലും ഇത് കൊണ്ടേ വെക്കാം. അപ്പൊ ഇതിനകത്ത് കൊടുക്കുന്ന സാധനം പുറത്തേക്ക് വേറൊരു പാത്രത്തിൽ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലൊരു ബക്കറ്റ് വെച്ചേക്കുക. ആ ബക്കറ്റിലേക്ക് നമുക്ക് അന്നേരം കിട്ടുന്ന വേസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഖരമാലിന്യം മാത്രമല്ല ദ്രവമാലിന്യം മസ്റ്റായിട്ട് വേണം. 1:1 എന്നുള്ള റേഷ്യോയിൽ അല്ലെ 1:1.5 എന്നുള്ള റേഷ്യോയിൽ വേണം ഇതിനുള്ളിലേക്ക് സാധനം ചെല്ലാൻ. അപ്പൊ ഒരു ബക്കറ്റിലേക്ക് ഭക്ഷ്യവസ്തുക്കളെല്ലാം മിച്ചം വരുന്നത് എന്തൊക്കെയാണോ അതെല്ലാം എത്രയും സ്ലൈസ് ആയിട്ട് എന്തേലും ചെറുതാക്കാവോ. അപ്പൊ മനുഷ്യൻ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലളിതമാക്കി ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള വെള്ളം കൂടെ കൊടുത്ത്, വേറെ വെള്ളമൊന്നും കൊടുക്കാൻ പോകണ്ട, കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളം, കഞ്ഞി ഇങ്ങനെ കപ്പ കൂറ്റുന്ന വെള്ളം, ഇതൊക്കെ കൊടുത്തിട്ട് ആ ബക്കറ്റ് എപ്പം നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇതിന് കൊണ്ടിടാവോ അന്നേരം കൊണ്ട് കൊടുക്കുക. ഇന്ന ഇത്ര ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിറ്റേ ഒരു ദിവസം കഴിഞ്ഞിട്ടായാലും പ്രത്യേകിച്ച് ചക്കമടലൊക്കെ ആണെങ്കിൽ ഒന്ന് അവിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. ചക്കമടൽ കൊടുത്തതിന്റെ അനുഭവം എന്റെ പ്ലാന്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ചക്കമടൽ കൊടുത്തതിന്റെ ശരിക്കും മട്ടക്കരുതിക്കാം. അങ്ങനെ അപ്പൊ അതൊരു വലിയ നമ്മൾ എന്തായാലും ഇതിനെപ്പറ്റി സങ്കല്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വസ്തുക്കൾ ഇപ്പൊ മറ്റ് പല ഉപാധികൾ നമുക്കുണ്ട്. അതായത് പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ട്, ഈ മണ്ണിര കമ്പോസ്റ്റ്, റിങ് കമ്പോസ്റ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ദുഷിച്ച വസ്തുക്കൾ അതിന്റെ ആ പ്രതിപ്രവർത്തനത്തിന് ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ദുഷിപ്പ് അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ അങ്ങനെയല്ല, വലിയൊരു പുണ്യപ്രവർത്തി കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു പോക്കറ്റിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ദുഷിച്ച വസ്തുവായ മിഥൈനെ നമ്മൾ കത്തിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത്
പല വാതകളാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതിനകത്ത് ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് ബയോഗ്യാസിന്റെ ഒറ്റ ഇത് പറഞ്ഞാലും ഇതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ കൂടുന്നതാണ് ബയോഗ്യാസ്. അതിനകത്ത് ഹൈഡ്രജൻ, നൈട്രജൻ, ആർഗൺ, നിയോൺ, ഹീലിയം, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, 2% ജലാംശം, ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ബയോഗ്യാസ് ആകുന്നത്. അപ്പൊ ഇതിനകത്ത് മീഥെയിൻ എന്ന് പറയുന്ന വാതമാണ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ആ മീഥെയിൻ വിഷമാണ് താനും. കത്തിച്ച് ഉപയോഗിക്കുക. ആ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രശ്നം തീർന്നു. അതേസമയം നമ്മൾ മറ്റു വസ്തുക്കൾ ഏത് മാലിന്യ സംസ്കരണം ചെയ്താലും അത് അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അന്തരീക്ഷ മലിനീകരണം, അതായത് ഓസോൺ വാളികൾക്ക് വിള്ളൽ ഉണ്ടാകുകയും അങ്ങനെയുള്ള വലിയ തലത്തിലേക്ക് പോകുന്നതിനെ ഒത്തിരി ലളിതീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചുരുക്കത്തില് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്നു എന്നത് മാത്രമല്ല, നമുക്ക് ഗ്യാസ് ലഭിക്കുന്നു. ഇവിടെ അടുത്തടുത്ത് പറഞ്ഞ ആവശ്യമുള്ള നമ്മുടെ ശുചീകരണം നടക്കുന്നു, നമുക്ക് ആവശ്യമായ മാലിന്യങ്ങൾ മാറ്റിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഗ്യാസ് കിട്ടുന്നു. ആഗോള താപനത്തെ പോലും പ്രതിസന്ധിയാക്കുന്ന മുഴുവൻ കാര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സമഗ്രവും ഏറ്റവും ഏറ്റവും സമഗ്രവും ഏറ്റവും സൗകര്യപ്രദവും അതോടൊപ്പം തന്നെ ലളിതവും സേഫ്റ്റിയുമായ ഒരു മെത്തേഡാണ് നമുക്ക് ബയോ ഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇനിയും മലയാളികൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാകുകയും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള സപ്പോർട്ടും പിന്തുണയും വീണ്ടും ഇതിന് ലഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ശുചിത്വ പൂർണ്ണമായ ഒരു കേരളത്തെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിന് ഒരു വലിയ താങ്ങാകും. പ്രത്യേകിച്ച് സോജൻ ചേട്ടനെ പോലെ ഈ മേഖലയിൽ അധികായകന്മാരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ സേവനം എത്ര നമ്മൾ വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും എത്ര ക്രെഡിറ്റ് കൊടുത്താലും അതിൽ ഒതുങ്ങുന്നതല്ല. തീർച്ചയായും ഈ 45 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ചുറ്റുവട്ടത്തെയും മലിനീകരണമല്ലാത്ത ഒരു രീതിയിൽ മാറുകയും കുടുംബാംഗങ്ങൾക്കും മറ്റും സാമ്പത്തികമായ ഒരു സ്രോതസ് തുറന്നു കൊടുക്കുകയും അതോടൊപ്പം വലിയ ശുഭാപ്തിയോടെ ഇതിന് സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്ത ഈ ബയോ നിർമ്മാണിന്റെ ജീവനായി നിൽക്കുന്ന നമ്മുടെ VM സോജൻ ചേട്ടന് പ്രത്യേകമായ നന്ദി. തുടർന്നും ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. VM സോജൻ ചേട്ടൻ നിർമ്മിച്ചു കൊടുത്ത ആയിരക്കണക്കായ ബയോ പ്ലാന്റുകളെ കുറിച്ച് നമ്മളോട് ഇതിനകം അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു. അതിൽ നമ്മുടെ ശ്രദ്ധയാകർഷിച്ച ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യ മാലിന്യങ്ങൾ അഥവാ മനുഷ്യ വിസർജ്യങ്ങൾ പോലും സംസ്കരിച്ച് ബയോഗ്യാസ് ആക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള പ്ലാന്റുകൾ കൂടി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെറും കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തെല്ലൊരു അതിശയം തോന്നും. അതിശയത്തിൽ ഒരു സാഹചര്യവുമില്ല, കൃത്യമായി തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആന്റണി കൊറാത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ 4 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത ബയോഗ്യാസ് പ്ലാന്റ്, മനുഷ്യ വിസർജ്യങ്ങൾ പ്ലാന്റിൽ ഉപയോഗിക്കുന്നതിന്റെ പ്ലാന്റ് നമുക്കൊന്ന് കാണാം, ഒന്ന് പരിചരിക്കാം, അടുത്തറിയാം. ഇത് ആന്റണി കൊറാത്തിന്റെ ഒരു ഫ്ലാറ്റാണ്. 4 ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഈ ഒരു പ്ലാന്റിന്റെ ഒരു പ്രത്യേകത, ഇത് പെർമനന്റ് മോഡൽ പ്ലാന്റ് ആണ്. ദീനബന്ധു മോഡൽ പെർമനന്റ് പ്ലാന്റ് ആണ്. ഇതിന്റെ മറ്റു വേസ്റ്റ് ഇടുന്നതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രത്യേകത കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവരുടെ മൊത്തം ഹ്യൂമൻ വേസ്റ്റും കൂടെ കക്കൂസ് കൂടെ കണക്ട് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഫ്ലാറ്റ് വരുമ്പോഴത്തേക്കും കക്കൂസ് നിറഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ട് ഇച്ചിരി വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെ കൊടുത്തിരിക്കുകയാണ്. നിലവിലുള്ള കക്കൂസ് കണക്ഷൻ നേരെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ മറ്റ് ചീഞ്ഞഴുകുന്ന വസ്തുക്കൾ, ഈ അരി കഴുകുന്ന വെള്ളം, കഞ്ഞി ഊറ്റുന്ന വെള്ളം, ഭക്ഷണത്തിന് മിച്ചം വരുന്നത്, അടുത്തൊലി, ചക്കമടൽ, മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അപ്പുറത്ത് ഒരു ഇൻലെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻലെറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിലേക്ക് തന്നെ പോകും. ഇവിടുന്ന് ചെയ്തിരിക്കുന്ന 2 കണക്ഷൻ, ഫ്ലാറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ കൂടാതെ ഇദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീടാണിത്, അങ്ങോട്ടുള്ള കണക്ഷൻ കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒത്തിരി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃകാ പ്ലാനാണ്. എല്ലാ വീടുകളും പുതിയതായിട്ട് പണിയുന്ന വീടുകൾക്കെല്ലാം ഒരു കക്കൂസ് നമ്മുടെ സേഫ്റ്റി ടാങ്ക് പണിയുന്നതിന് പകരമായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള കക്കൂസിൻ്റെ മാലിന്യം പോകുന്നതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ചീഞ്ഞെഴുകുന്ന വസ്തുക്കൾ മുഴുവൻ കൊടുക്കാനും സാധിക്കും. അങ്ങനെ അവിടെ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അവിടെ കക്കൂസ് പണിയുന്നതിന് പകരമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് പണിതിട്ട് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ്, എല്ലാ തരത്തിലുള്ള വേസ്റ്റും ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ പിന്നെ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഈ ഹ്യൂമൻ വേസ്റ്റിൽ നിന്നുള്ള ഗ്യാസ് ഉൽപ്പാദന ശേഷി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതൊരു മാതൃകാപരമായി ചെയ്തിരിക്കുന്ന പ്ലാന്റാണ്. ഇപ്പം തൊടുപുഴ ഏരിയയിൽ നമ്മുടെ
സേവിയേഴ്സ് ഹോം, പിന്നെ അന്നസർ കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ലേഡീസ് ഹോസ്റ്റല്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ തൊടുപുഴ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പണിതിട്ട് ഇപ്പം 4 വർഷമാകുമ്പോഴാണ് ഞങ്ങൾ ഈ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എൻ്റെ വീട് ഇതാണ്. ഈ വീട്ടിൽ ഞങ്ങൾ ഗ്യാസ് ഉപയോഗിച്ചിട്ടിരുന്നത് 20 ദിവസം മുതൽ 25 ദിവസം താഴെ, 15 ദിവസം മുതൽ 25 ദിവസം കൊണ്ടിയാൽ മതി. അത്ര മുമ്പ് ഒരു ടാങ്ക് ഒരു ഗ്യാസ് കുറ്റി നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് കമ്മീഷൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഗ്യാസ് കുറ്റി വാങ്ങിക്കേണ്ട ആവശ്യം പോലും ഇല്ല. വല്ലപ്പോഴും തന്നെ അവർ വാങ്ങിച്ച് വെച്ചെങ്കിലുള്ളത് സ്റ്റോക്ക് ഇരിക്കുകയാണ് നമുക്ക്. അപ്പോൾ അപൂർവമായിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ മാസവും ഒരു 2 കുറ്റിയുടെ ഉപയോഗം വന്നിരുന്നത്, അല്ലെങ്കിൽ 1.5 കുറ്റിയുടെയും ഉപയോഗം വന്നിരുന്നത് നമുക്ക് ഗ്യാസ് കുറ്റിയുടെ ഉപയോഗമില്ല, ആവശ്യമില്ല. അത് നമുക്കിത് ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്കത് കത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇഷ്ടംപോലെ ഗ്യാസാണ്. ഈ വീട്ടിലേക്കും ഈ ഫ്ലാറ്റിലേക്കും ഇതിൻ്റെ കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ അത് 2 വീട്ടിലും നോക്കിയാൽ ഏതാണ്ട് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ഇതിന് ഭൂമിക്കടിയിലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഭൂമിക്കടിയിലേക്ക് പോവാണ്. അവിടെ ടാങ്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്ഥലത്താണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഇത് ആവശ്യമുള്ള കേസാണ്. നമുക്ക് ഏതായാലും സെപ്റ്റി ടാങ്കിന് പകരം ഇങ്ങനത്തെ ഒരു ടാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഉൽപ്പാദിക്കുക, നമ്മളെ വേസ്റ്റ് ഇടാം.